എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെതിരെ കൈക്കൂലി കേസ് നൽകിയ പരാതിക്കാരനെ ഡൽഹി ഇ.ഡി. ഓഫീസിൽ വിളിച്ചുവരുത്തി. പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അഭിഭാഷകനൊപ്പമാണ് പരാതിക്കാരൻ എത്തിയത്. പരാതിയിൽ ഉദ്യോഗസ്ഥന്റെ പേര് മാറ്റിപ്പറഞ്ഞ പശ്ചാത്തലത്തിൽ അനീഷ് ബാബുവിന്റെ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് വിളിച്ചു വരുത്തിയതെന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ പരാതി ആദ്യം ഉന്നയിച്ചപ്പോൾ തന്നെ അവ്യക്തതകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥന്റെ പേര് മാറ്റിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, ഈ പരാതിക്കാരനെതിരെ നേരത്തെയും ചില ആരോപണങ്ങൾ, സാമ്പത്തിക ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടി ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? നിലിമ, കേരളത്തിൽ ഇ.ഡി. ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായി വിജിലൻസ് എടുത്തിട്ടുള്ള കൈക്കൂലി കേസിൽ പരാതിക്കാരൻ അനീഷ് ബാബുവിനെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി വിശദമായി മൊഴിയെടുക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പരാതിക്കാരനെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ അനീഷ് ബാബുവിന് നോട്ടീസ് നൽകിയിരുന്നു. അതായത് മെയ് 31 ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷെ അന്ന് ഈ അനീഷ് ബാബു ഡൽഹി ഓഫീസിൽ ഹാജരായിരുന്നില്ല. പകരം ഈ പരാതിക്കാരന്റെ അഭിഭാഷകൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ കൈമാറിയിരുന്നു. പക്ഷേ നേരിട്ട് ഹാജരായി മൊഴി നൽകണം എന്ന് ആവശ്യപ്പെടുകയും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഇ.ഡി. ഓഫീസിൽ ഈ കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബു എത്തിയിട്ടുള്ളത്. ഇയാളുടെ വിശദമായ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തും. നേരത്തെയും 2 കോടി രൂപ കൈക്കൂലി ചോദിച്ചു. കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ്, കള്ളപ്പണ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് കൊച്ചി ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ 2 കോടി രൂപ ഏജന്റ് മുഖേനയും ചോദിച്ചു എന്ന പരാതിയാണ് അനീഷ് ബാബു ഉയർത്തിയത്. പിന്നീട് നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ പരാതിയിൽ ഉദ്യോഗസ്ഥന്റെ പേര് മാറ്റി പറയുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പരാതിക്കാരനായിട്ടുള്ള അനീഷ് ബാബുവിനെ വിളിച്ചു വരുത്തിയത്. അത്തരത്തിലൊരു നോട്ടീസ് നൽകിയ ഉടൻ തന്നെ അനീഷ് ബാബുവും കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ വിശദമായി ചോദ്യം ചെയ്യും. അനീഷ് ബാബുവിന്റെ മൊഴികളിൽ വ്യക്തത വരുത്താനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നീലിമ. ശരി ജിഷ്ണു.